നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രോഗ്രസീവ് ഗ്ലാസ് എങ്ങനെ സെലക്ട് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഒരു 40 വയസ്സായ ഒരാൾ വെള്ളെഴുത്തിൻ്റെ സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ 25,000 30,000 ഒക്കെ കൊടുത്ത് പ്രോഗ്രസീവ് ഗ്ലാസ്സസ് വാങ്ങിക്കും. അത് റെഗുലറായിട്ട് ഉപയോഗിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നത് പിന്നീട് ഒരു പ്രോഗ്രസീവ് ഗ്ലാസ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ അവരൊരു റീഡിങ് ഗ്ലാസ് 100 രൂപ കൊടുത്ത് വാങ്ങിച്ച് അങ്ങ് വയ്ക്കും. അങ്ങനെ വരുമ്പോൾ അത് കാലക്രമേണ അവരുടെ ഡിസ്റ്റൻസിനുള്ള വിഷൻ കുറയാനും സ്ഥിരമായി കണ്ണട വയ്ക്കാനും ഒക്കെ അത് കാരണമായി തീരാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കണ്ണട സെലക്ട് ചെയ്യുമ്പോൾ, ഒരു പ്രോഗ്രസീവ് ഗ്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടത്. അതിലൊന്ന് നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷനാണ്, നിങ്ങളുടെ കണ്ണടയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള കണ്ണടയുടെ പവറുള്ള പ്രിസ്ക്രിപ്ഷൻ. രണ്ടാമതേ വരുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ്. അതായത് സിസ്റ്റം യൂസ് അധികമുള്ള ആളാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ഉള്ള ആളാണെങ്കിൽ അവർക്ക് ശരിക്കും ഇൻ്റർമീഡിയറ്റിന് കുറച്ച് വൈഡ് ഏരിയ ഉള്ള ലെൻസുകൾ തന്നെ അവർ സെലക്ട് ചെയ്യണം. അതല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ചൊരു ഏരിയയിൽ കൂടി മാത്രം ഇത് കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കുറഞ്ഞ ലെൻസുകൾ അവർക്ക് അത്ര സ്യൂട്ടായിട്ട് തോന്നില്ല. പിന്നെ ഉള്ളത് ഡ്രൈവറാണ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറാണ്. ഇതൊക്കെ അനുസരിച്ചിട്ട് ഇവർക്ക് ലെൻസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് കോട്ടിങ്ങുകൾ ചെയ്യാം. അതായത് ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ അവർ നൈറ്റ് ഡ്രൈവ് ഒരുപാടുണ്ടെങ്കിൽ ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ഡ്രൈവ് സേഫ് ലെൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോട്ടിങ്ങുകളും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രസീവ് ഗ്ലാസ് ചെയ്യാം. അഥവാ ഇനി കോൺട്രാക്ടർ ആണെങ്കിൽ അവർക്ക് ഒരുപാട് നേരം വെയിലത്ത് വർക്ക് ചെയ്യേണ്ടി വരാം. അപ്പോൾ അവരുടെ കണ്ണുകൾക്ക് ഒരു സുരക്ഷിതത്വം എന്ന രീതിക്ക് നമുക്ക് ഫോട്ടോക്രോമാറ്റിക് ലെൻസസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവർക്ക് ഫോട്ടോക്രോമാറ്റിക് ലെൻസസ് നമുക്ക് പ്രോഗ്രസീവിൻ്റെ കൂട്ടത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സിസ്റ്റം യൂസ് ഒരുപാടുള്ള ആൾക്കാരാണ്, കമ്പ്യൂട്ടർ യൂസ് ഒരുപാടുള്ളവരാണെങ്കിൽ അവർക്ക് ബ്ലൂ ഫിൽറ്റർ കോട്ടിംഗ് ആണ് ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് പ്രോഗ്രസീവ് ഗ്ലാസ് സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം അതിലുള്ള കോട്ടിങ്ങുകളും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രോഗ്രസീവ് ഗ്ലാസും പെർഫെക്റ്റ് അല്ല. അതായത് ഇപ്പോൾ ഒരാൾ വാങ്ങിച്ചത് ഒരു കുറഞ്ഞ ഗ്ലാസ്സാണ്, ആ ഗ്ലാസ് വെച്ചാൽ എനിക്ക് സ്യൂട്ടാവും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. രണ്ടുപേരുടെയും ജോലി രണ്ടായിരിക്കും, രണ്ടുപേർക്കും വേണ്ട കാര്യങ്ങൾ 2 തരത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രോഗ്രസീവ് ഗ്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, നിങ്ങളിത് എപ്പോഴൊക്കെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മുതലായ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് മാത്രം ഒരു ലെൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു ഗ്ലാസ് ആയിട്ട് തീരും. അതിൻ്റെ കൂടെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മളൊരു പ്രോഗ്രസീവ് ഗ്ലാസ് മേടിക്കുമ്പോൾ ലെൻസിൻ്റെ ഡിസ്റ്റോഷനും ലെൻസിൻ്റെ ഡിസൈനും മാത്രമല്ല ഇമ്പോർട്ടൻ്റ്. അതിനൊപ്പം തന്നെ ഒരു പ്രോഗ്രസീവ് ഗ്ലാസ് നിങ്ങൾക്ക് സ്യൂട്ടാവണം, നിങ്ങളതിൽ ഹാപ്പി ആകണമെങ്കിൽ നിങ്ങളുടെ പവർ കറക്ഷൻ കറക്റ്റ് ആയിരിക്കണം, നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അതിനകത്തൊരു തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരിക്കലും ആ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പിന്നെ ഉള്ളത്, നമ്മളൊരു പ്രോഗ്രസീവ് ഗ്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫ്രെയിം സെലക്ഷൻ ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഫ്രെയിം സെലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഫ്രെയിം സെലക്ഷനിൽ തന്നെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മളൊരു മാർക്കിംഗ്, നിങ്ങളുടെ പ്യൂപ്പിളിൻ്റെ IPD ഇൻ്റർ പ്യൂപ്പിളറി ഡിസ്റ്റൻസിൻ്റെ ഒരു മാർക്കിംഗ് ചെയ്യും. ഈ മാർക്കിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ മാർക്ക് ചെയ്യാണ്ടൊക്കെ പ്രോഗ്രസീവ് മേടിച്ച് വെക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പ്രോഗ്രസീവ് ഗ്ലാസ്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് യോജിച്ചൊരു ഗ്ലാസ് വേണോ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക, എന്നിട്ട് മാത്രം ഒരു ഗ്ലാസ് സെലക്ട് ചെയ്യുക.